കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിൽ സംഘടിപ്പിച്ച കർക്കിടക ഔഷധക്കഞ്ഞി മേള ശ്രദ്ധേയമായി. പച്ചിലക്കറികൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് ഇവർ ഔഷധക്കഞ്ഞി ഒരുക്കിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. നാട്ടുവൈദ്യന്മാരും ആശ്രമം യുവ ബ്രിഗേഡ് പ്രവർത്തകരും നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്ന് പാരമ്പര്യ തനിമയോടെയാണ് കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി ഒരുക്കിയത്. ചെറുള, മുത്തിൽ, മുക്കുറ്റി, പൊന്നാങ്കണ്ണി, കറുക, നിലപ്പന, വിഷ്ണുക്രാന്തി, ചെറുകടലാടി, ഉലുവ, ചതുകുപ്പ, അയമോദകം തുടങ്ങിയ വിവിധങ്ങളായ പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും തേങ്ങയും തക്കരയരിയും നവരയും കക്കിൻകായയും ഒക്കെ ചേർത്താണ് ഇവർ ഔഷധക്കഞ്ഞി തയ്യാറാക്കിയത്. ചുവന്ന ചീര, തഴുതാമ, മുരിങ്ങ, പൊന്നാങ്കണ്ണി, കൊടുന്തല, ചേമ്പില, ചേനയില തുടങ്ങി 10 ഇലക്കറികളും ഒരുക്കിയിരുന്നു. മുത്തൽ ചമ്മന്തി, ചെമ്പരത്തി ചമ്മന്തി, ചെമ്പരത്തി സ്ക്വാഷ് തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. നാട്ടുവൈദ്യന്മാരും ആശ്രമം യുവ ബ്രിഗേഡ് പ്രവർത്തകരും നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്നാണ് ഇവയെല്ലാം തയ്യാറാക്കിയത്. എല്ലാവരും ഞായറാഴ്ച ദിവസം ആശ്രമത്തിനു വേണ്ടി ജനങ്ങളുടെ ആരോഗ്യത്തിനായി ഒന്നിച്ചിറങ്ങുകയായിരുന്നു. നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയും ബ്രിഗേഡും ചേർന്ന് 5 വർഷക്കാലമായി ഈ നിത്യാനന്ദ ആശ്രമത്തിന് നമ്മൾ കർക്കിടക കഞ്ഞി തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ പ്രധാനമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഈ ജനങ്ങൾ വളരെയധികം കഞ്ഞി കഴിക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഔഷധം വളരെ പ്രധാനമാണ്. കർക്കിടകത്തിലെ വാതപിത്ത രോഗപ്രതിരോധം ചെയ്യുന്നതിന് വേണ്ടി കർക്കിടക കഞ്ഞി വളരെ പ്രധാനമാണ്. അത് മുഴുവൻ മനുഷ്യശരീരത്തിലുണ്ടാകുന്ന ദശപുഷ്പങ്ങൾ, നവര അരികൾ, നവധാന്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കഞ്ഞി തയ്യാറാക്കുന്നത്. 6 അരികളും അതുപോലെ അജാളി, ഉലുവ മുതലായ ഇനങ്ങളാണ് ചേർത്തുകൊണ്ട് കഞ്ഞി തയ്യാറാക്കി കൊടുക്കുന്നത്. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഉൾപ്പെടെ അറിയാത്ത നാട്ടിലെ പച്ചിലകൾ പരിചയപ്പെടുത്തലുമായി മാറിയ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ ശ്രദ്ധേയമായി മാറി. കാനായി നാരായണൻ വൈദ്യരുടെയും ചന്ദ്രമതി വൈദ്യരുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.